37 വർഷങ്ങൾക്ക് മുമ്പാണ് കിരീടം ഇറങ്ങുന്നത്. അന്ന് ഉണ്ടായിരുന്നവരിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജീവിച്ചിരിക്കുന്നത് ശ്രീ മോഹൻലാലും പാർവതിയും ഞാനും ജഗദീഷും ഉഷയുമാണ്. ബാക്കി എല്ലാവരും നമ്മളെ വിട്ട് പോയിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ ആ പടത്തിൻ്റെ കാര്യങ്ങളിൽ, സെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു. അപ്പം സിബി മലയിൽ നിന്നുള്ള ഡയറക്ടർ കൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി എങ്ങനെയുള്ള ഒരാളായിരിക്കും, വളരെ സീരിയസ് ആയിരിക്കുമോ, അതും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. ചിലർക്ക് സെറ്റ് ഇടുമല്ലോ വിനയം, അങ്ങനത്തെ ഒരാളാണോ അതോ ദേഷ്യക്കാരനാണോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങും ചിത്രാഞ്ജലി നടക്കുമ്പോൾ, അല്ല നെടുമുടി വേണു ഡയറക്റ്റ് ചെയ്യുന്ന ഒരു മലയാളത്തിൽ ആദ്യത്തെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, കൈരളി വിലാസം ലോഡ്ജ്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് അവിടെ ഒരു കുരങ്ങിനെ കൊണ്ട് കിട്ടിയിരുന്നു. അപ്പോൾ ആ സെറ്റിൽ എന്തോ ആവശ്യത്തിന് നെടുമുടി ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് വേണു ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അരവിന്ദൻ വരുന്നത്, ഡയറക്റ്റ് അരവിന്ദൻ. അപ്പോൾ അദ്ദേഹം വളരെ സോഫ്റ്റ്, അങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല. അത് ഞാൻ വിചാരിച്ചു സെറ്റായിരിക്കും, ജീനിയസ്, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ. അദ്ദേഹം അവിടെ സെറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ കെട്ടിയിരുന്ന കുരങ്ങ് ചാടി അദ്ദേഹത്തിൻ്റെ തോളിൽ ഇരുന്നിട്ട് താടിയിൽ മുടിയിലൊക്കെ ഒഴിച്ചു വെച്ചു. ആരായാലും അയ്യോ അമ്മോ അപ്പോൾ അത് പിടിച്ചു മാറ്റണമെന്ന് പറയും. അപ്പോഴും അരവിന്ദ് ആരാ ഇതിൻ്റെ ആൾ, ഇത് ഒന്ന് മാറ്റിക്കൂടെ, ആരാ ഇത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അദ്ദേഹം അവിടെ കൊണ്ട് ചെട്ടിയായിരുന്ന ഒരാൾ കുരങ്ങനെ പിടിച്ചു മാറ്റി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തിനാ ഇതിനെ വളർത്തുന്നത്? അപ്പോൾ ചെട്ടിയാരെ പറഞ്ഞു ആണോ ഒരു കൗതുകം. അപ്പോൾ ഞാൻ വിചാരിച്ചു സിബിയാണ് അറിയാനുള്ളത്. അപ്പോൾ ഈ കിരീടത്തെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ബാലാജി സാറിൻ്റെ ബർത്ത്ഡേ ആണ് അന്ന്. അപ്പോൾ ചെന്നൈയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ശ്രീ മോഹൻലാലിൻ്റെ കൂടെ ഞാനും പോയി, എന്നെയും വിളിച്ചിരുന്നു. അപ്പോൾ ഈവനിങ് ഫ്ലൈറ്റിന് പോകുന്നു, അവിടുത്തെ അന്നത്തെ ഡിന്നർ അറ്റൻഡ് ചെയ്ത് മോർണിംഗ് ഫ്ലൈറ്റിന് വരണം, പിറ്റേന്ന് സീനെ കൊള്ളാൻ. അങ്ങനെ ഞാൻ അവിടെ വൈകുന്നേരത്തെ ഫ്ലൈറ്റ് ഞങ്ങൾ പോയി അതൊക്കെ അറ്റൻഡ് ചെയ്തു. പിറ്റേന്ന് എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്കും എല്ലാവരും ടിക്കറ്റ് ഓക്കെ, എൻ്റെ ടിക്കറ്റ് ഓക്കെ ഇല്ല. ഞാനും മോഹൻലാലിട്ടൊക്കെ കോമ്പിനേഷൻ സീനുള്ളതുകൊണ്ട് ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പം മോഹൻലാലിൻ്റെ അച്ഛനുണ്ട് ഫ്ലൈറ്റ്, വിശ്വനാഥ് സാറുണ്ട്. അപ്പം ലാലി എന്നൊരു റിക്വസ്റ്റ് ചെയ്തു അച്ഛൻ്റെ ടിക്കറ്റ് രാജു യാത്ര ചെയ്തോട്ടെ. അതേ പറഞ്ഞു അയ്യോ ഓക്കെ ഷൂട്ടിംഗ് നടക്കട്ടെ. പക്ഷെ അവിടെ എയർപോർട്ടിൽ അവർ സമ്മതിച്ചില്ല. വെയിറ്റിംഗ് ലിസ്റ്റ് സ്ഥിരം 10 പോകുന്നതാണ്, അന്ന് എൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് 1 ഞാൻ പോയില്ല. അങ്ങനെ ഇവരെല്ലാം പോയി. ഞാൻ ചെന്നൈയിൽ അന്നത്തെ മദ്രാസിൽ അവിടെ നിന്ന് പോയി. പിറ്റേ ദിവസം ഫ്ലൈറ്റിനാണ് ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഷൂട്ടിങ്ങിന് ഞാനില്ലാത്ത സീൻ എന്ത് വന്ന ഉടനെ എന്നെ സിബി കൊന്ന് കൊല വിളിക്കും, ഇതാണെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ പേടിച്ച് സെറ്റിൽ ചെന്നു. മാർക്കറ്റാണ് സെറ്റ് ഇടുന്ന സമയം. സെറ്റിൽ ചെല്ലുമ്പോൾ അന്ന് ഷൺമോഹണ്ണനാണെന്ന് എൻ്റെ പ്രൊഡക്ഷൻ്റെ ചീഫ് മാൻ. വളരെ ടെററാണ് പുള്ളി, എല്ലാവരും ഫയർ ചെയ്യും ഒക്കെ ചെയ്യുന്ന ഒരു ടെററായിരുന്നു പുള്ളി. അപ്പോൾ പുള്ളി എന്ത് പറയുന്നുള്ള സംഭവം, പുള്ളി വന്ന ഉടനെ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. നന്നായി, ഒരു ദിവസം ഷൂട്ടിങ് നിർത്തിയല്ലോ, ഇവിടെ മാർക്കറ്റ് ഇത്രയും ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോന്നൊക്കെ പറഞ്ഞു. ഞാൻ അടുത്തത് സിബിയുടെ കൂടെയാണ്. ഇനി അത് അദ്ദേഹത്തിൻ്റെ വായന കൂടെ ഞാൻ അത് കരുതുന്നിട്ട് സോറി, പുള്ളി സ്ഥിരം കാണാൻ സ്വാഗതം, അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ട് രാജുവിൻ്റെ ക്ലോസപ്പ് എടുത്താൽ കുഴപ്പമൊന്നുമില്ല, അല്ല നന്നായിരുന്നില്ല ഫംഗ്ഷൻ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സിബി ഒറിജിനലി അങ്ങനെയാണ്. അരവിന്ദിൻ്റെ കാര്യം പറഞ്ഞത് അല്ലാതെ ഒരു സെറ്റല്ല, ഒരു പ്രിട്ടൻഷൻ അഭിനയിക്കുന്ന രീതിയൊന്നും. അത് അവിടെ നടന്നൊരു സംഭവം 37 വർഷം മുമ്പ് ഞാൻ ആലോചിച്ചു. ഇപ്പം ഞാൻ എന്നെ കണ്ടപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ നിൽക്കുന്ന ആക്ഷനിൽ ഞാൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, മോഹൻലാലിൻ്റെ എക്സ്പ്രഷനും ജഗദീഷിൻ്റെ നല്ലൊരു അടി കണ്ടിട്ട് എത്ര കാലമായി എന്ന് പറയുന്ന ഒരു ഷോർട്ടാണ് എനിക്ക് മനസ്സിലായി. എന്തായാലും കിരീടം ഒരു വലിയ ട്രെൻഡ് സെക്ടറായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നും ആൾക്കാരുടെ നെഞ്ചിൽ നോവായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് സേതു. അതൊരു സേതുമാധവൻ നമുക്ക് മറക്കാൻ പറ്റില്ല. ഇതിൻ്റെ 2ാം ഭാഗം ആയിട്ട് പേര് ചെങ്കോൽ വന്നപ്പോൾ നജീബും ജഗദീഷും ഞാൻ കൂട്ടുകാരൻ ഞങ്ങൾ രണ്ടുപേരും അതിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പടം ഇപ്പോൾ നല്ല രീതിയിൽ അന്ന് കണ്ട മാതിരിയല്ല, നമ്മൾ പുതിയൊരു എന്താ പറയുക, ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഇപ്പോഴത്തെ പടം. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ ഇതിനകത്ത് കണ്ട കളർ ഷീൽസ് എല്ലാം ഉണ്ടല്ലോ, അതൊക്കെ അന്നത്തെ ഷീൽസ് ഒന്നുമില്ല. അന്നത്തെ ഇങ്ങനെ കുറച്ച് ഷീൽസേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇവിടെ കണ്ട ക്ലാരിറ്റി ഷീൽസ് എല്ലാം ഇവിടെ ബോണി അദ്ദേഹമാണ് ഇതിനെല്ലാം കറക്റ്റ് ചെയ്തേണ്ടത്. ഇപ്പോഴത്തെ അന്ന് ഡിജിറ്റൽ ക്യാമറയും ഇല്ല, സ്റ്റില്ലെടുക്കാൻ പോലും. അപ്പോൾ അതെല്ലാം ഭംഗിയായിട്ട് വന്നിട്ട് അതുപോലെ തന്നെ പിക്ചർ ക്വാളിറ്റി. ഇപ്പം ഞാൻ എൻ്റെ കുറച്ച് സീൻസ് ബോണി എന്നെ വിളിച്ച് കാണിച്ചു. ബോണിയായിട്ട് എങ്ങനെ പരിചയം പറഞ്ഞാൽ എൻ്റെ ചോട്ടാ മുമ്പ് റിലീസ് ചെയ്തപ്പോഴും നല്ല ക്വാളിറ്റി ആയിരുന്നു പടം, നല്ല സൂപ്പർ ഹിറ്റായിരുന്നു. അതുപോലെ തന്നെ റിലീസിന് ഈ പടവും നല്ല അഴകായിട്ട് വന്നിട്ടുണ്ട് പടം. നന്നായിട്ട് അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമായിരിക്കും. എന്തായാലും ഇവിടെ ഇന്ന് ഇത് റിലീസ് ചെയ്യാൻ തോന്നിയവരുടെ മനസ്സിന് കാര്യം നല്ല ചിത്രങ്ങൾ അങ്ങനെ വരണം. ഈ അന്നത്തെ ജനറേഷൻകാരെല്ലാം ടി വിയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ, ഇപ്പോഴത്തെ ജനറേഷൻകാർ.
അവരെല്ലാം ഈ പടം തിയേറ്ററിൽ കണ്ട് അവർ മനസ്സിലാക്കാം. അപ്പം ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച എല്ലാവർക്കും, ഉണ്ണി എൻ്റെ കൂടെ പഠിച്ചതാണ്, ജഗദീഷ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. ജഗദീഷ് എപ്പോഴും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്, അത് ഞാൻ പറയട്ടെ. ജഗദീഷ് പറയുന്നുണ്ട് രാജു ഭാഗ്യവാനാണ്, എൻ്റെ കൂടെയും പഠിച്ചു, എൻ്റെ അനിയൻ്റെയും പഠിച്ചു. 6ാം ക്ലാസ്സിലൊന്ന് തോറ്റുപോയി, ഹിന്ദിക്ക് ഞാൻ വീക്കായിരുന്നു. പക്ഷെ ജഗദീഷ് ഇനി അത് പറയരുത്, ഞാൻ നാണം കിട്ടും പോകുന്നിടത്തൊക്കെ, പ്ലീസ്. അപ്പോൾ ജഗദീഷ് എൻ്റെ അടുത്ത് പറയും അതൊക്കെ നിങ്ങൾ രാജു ഞാൻ ചെയ്യാം, പക്ഷെ രാജു വെളിയിൽ നടന്നിട്ട് നമ്മൾ ഒരേ പ്രായമാണെന്നുള്ള കാര്യം പറയരുത്. അത് ഞാൻ പറയില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല ചിത്രം വീണ്ടും കാണാൻ ഒരു അവസരം ലഭിക്കുകയാണ്. താങ്ക് യു.